നമസ്കാരം. ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയാണ് ഇന്ന് ന്യൂസ് 18 കേരളത്തോടൊപ്പം ചേരുന്നത്. നമസ്കാരം തിരുമേനി. എന്തായാലും താങ്കളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, താങ്കളുടെ ഈ ആത്മീയ ജീവിതം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല, ഇപ്പോൾ സാമൂഹ്യ കാര്യങ്ങളിലും അതുപോലെ തന്നെ രാഷ്ട്രീയ വിഷയങ്ങളിലുമൊക്കെ അഭിപ്രായം പറയുവാൻ ഒട്ടും മടി കാട്ടാത്ത ആളാണ്. എന്താണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം? ഞാൻ ആത്മീയ കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കേണ്ട ആളാണ്, സഭാ മക്കളെ നയിക്കേണ്ട ആളാണ്, പക്ഷേ ഞാൻ എല്ലാ കാര്യങ്ങളിലും എൻ്റേതായ അഭിപ്രായം, അത് സഭയുടെ അഭിപ്രായമായി പുറത്തു വരണം എന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? സഭയും ആത്മീയ കാര്യങ്ങളും ഭൗതിക കാര്യങ്ങളും തമ്മിൽ അങ്ങനെ വേർതിരിക്കാൻ കഴിയുന്ന ഒന്നല്ല. സഭയുടെ അംഗങ്ങളെല്ലാവരും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയമായ തീരുമാനങ്ങളൊക്കെ സഭയും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് സഭയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിരിക്കുന്ന മതപരമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരുപോലെയാണ് പോകുന്നത്. ഓർത്തഡോക്സ് സഭയുടെ ആരാധനകളിൽ എല്ലാ ആഴ്ചയിലെയും ആരാധനയിലും എല്ലാ ദിവസത്തെ ആരാധനയിലും രാജ്യത്തെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ അതൊരു എല്ലാ പ്രാർത്ഥന, എല്ലാ കുർബാനയിലും, ഇന്നും ഞങ്ങളുടെ കുർബാനയിൽ കേരളത്തിലെല്ല എല്ലാ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വേറൊന്നിനുമല്ല, അവർ അതേ സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ചേർന്നിട്ടല്ല. അവിടെ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഒരു ഭരണാധികാരിയോടും പക്ഷപാതം കാണിക്കില്ല. ഇല്ല. അതിപ്പം BJP ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടും LDF ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം രണ്ട് ഗവൺമെൻറ്റുകളും നീതിയും സത്യവും സ്നേഹവും അനുസരിച്ച് പ്രവർത്തിക്കണം. അതാണ്. അതിൽ നീതിയും സത്യവും അനുസരിച്ചല്ലാതെയുള്ള പ്രവർത്തനം വരുമ്പോൾ അതിൽ ഞങ്ങൾ പ്രതികരിക്കും. സഭയ്ക്കും സഭാവിശ്വാസികൾക്കും നീതി കിട്ടില്ല എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രമേ ഇടപെടൽ വരികയുള്ളൂ, അതോ ഒരു പൊതുവായ കാര്യങ്ങളിൽ? ഒരിക്കലുമല്ല. കാരണം സഭയുടെ ആളുകളെ സംബന്ധിച്ച് മാത്രമല്ല നമ്മൾ പറയുന്നത്. നമ്മളെപ്പോഴും ഭരണഘടന വിവക്ഷിക്കുന്ന എല്ലാ സമത്വങ്ങളും എല്ലാവർക്കും ലഭിക്കണം എന്നുള്ളതാണ്. എനിക്ക് താങ്കളോട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഈ ആത്മീയ വിഷയങ്ങളിൽ നിന്ന് എങ്ങനെയാണ് പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വരിക എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ താങ്കൾ നേരെ തന്നെ അത് ഭരണാധികാരികളുടെ കാര്യത്തിലേക്ക് വന്നതുകൊണ്ട് എനിക്കതിലൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം രാഷ്ട്രീയ കാര്യങ്ങൾ പറയുവാൻ തൽപരനാണ് താങ്കൾ എന്നാണ്. അവിടെ മറ്റൊരു ചോദ്യമുള്ളത്, ഈ സഭ ഈ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടരുത്, രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നൊക്കെ മുമ്പ് പറയാറുണ്ട്. ഇപ്പോൾ പക്ഷേ അങ്ങനെ പറഞ്ഞാൽ ഒരു ആത്മീയ ആചാര്യനും അത് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. സഭയ്ക്ക് എപ്പോഴും രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടി വരും എന്ന് തന്നെയാണോ താങ്കളുടെ നിലപാട്? അതായത് സഭയ്ക്കെല്ലാം ഒരു തീരുമാനമുണ്ട്. അതായത് അധികാര രാഷ്ട്രീയത്തിൽ ഒരു പാർട്ടിയായിട്ട് സഭ പ്രവർത്തിക്കാൻ പാടില്ല. അതേ സമയത്ത് രാഷ്ട്രീയമായി ഏത് രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുന്നതിൽ നീതിയും സത്യവും നിഷേധിക്കപ്പെടുന്നത് ഏത് പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ടാണോ അവിടെ അതിനെതിരായി സംസാരിക്കണം. കാരണം പ്രതിപക്ഷമാണോ ഭരണപക്ഷമാണോ എന്ന് ഞങ്ങൾക്ക് പ്രശ്നമല്ല. പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും നീതിക്കും സത്യത്തിനും വിപരീതമായി പ്രവർത്തിച്ചാൽ നിശ്ചയമായിട്ടും അതിന് സംസാരിക്കണം. കാരണം ഈ രാഷ്ട്രീയ പാർട്ടികളിലെല്ലാം എല്ലാ സഭയുടെയും പ്രതിനിധികളുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരുടെയും പിതാവാണ്. ആ പിതാവായിരിക്കുന്ന സഭയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും നന്മയാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് മാത്രം ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു രീതി നമുക്കില്ല. നമ്മളെപ്പോഴും രാഷ്ട്രീയമായി പറയുമ്പോൾ സമദൂരം പാലിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ബഹുമാനപ്പെട്ട ബാവ, അതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ സഭാ മക്കൾ, സഭയിൽ വിശ്വാസം അർപ്പിക്കുന്ന സഭയുടെ പ്രതിനിധികൾ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുണ്ട്. അപ്പോൾ അവരെ തെരഞ്ഞു പിടിച്ച് സഭയ്ക്ക് പലപ്പോഴും പിന്തുണയ്ക്കേണ്ടി വരുന്നുണ്ട്. അത് കക്ഷി രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ആ വിശ്വാസി ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണോ ആ രാഷ്ട്രീയ പാർട്ടി പക്ഷേ സഭയോടും സമൂഹത്തോടും നീതി ചെയ്യുന്ന ഒരു സമയമല്ല എങ്കിൽ പോലും അവരെ പിന്തുണയ്ക്കേണ്ടി വരുമോ? ആ സഭാവിശ്വാസിയെ പിന്തുണയ്ക്കേണ്ടി വരുമോ? ഇന്ന രാഷ്ട്രീയ പാർട്ടിയിലാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് എന്ന പേരിൽ അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും അങ്ങനെയാണോ? അപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ഉൾപ്പെടുന്നതായ ആളുകൾ, സഭാംഗങ്ങളുണ്ട്. അവരേത് പാർട്ടിയിൽ നിന്ന് മത്സരിച്ചാലും അവരെയൊക്കെ സഭയുടെ മക്കളായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. എന്നാൽ അവർ യോഗ്യരാണോ ഇതിന് എന്നുള്ളത് പൊതുജനമാണ് തീരുമാനിക്കുന്നത്. പൊതുജനം തീരുമാനിച്ച് അവർ യോഗ്യരാണെങ്കിൽ അവരെ തിരഞ്ഞെടുക്കുക. പക്ഷേ അവർ സഭയുടെ മക്കളാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. സഭാംഗങ്ങൾ പക്ഷേ
സഭാംഗങ്ങൾ അവരുടെ വിവേചന ബുദ്ധി ഉപയോഗിച്ച് അവർ യോഗ്യരാണെങ്കിലേ തിരഞ്ഞെടുക്കാൻ നമ്മൾ പറയുള്ളൂ. സംശുദ്ധ രാഷ്ട്രീയത്തിൽ യോഗ്യതയുള്ളവർ വരണമെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. ഏതെങ്കിലും സഭയിലുള്ളവർ വരണമെന്ന് ഞാൻ അവിടെ ചോദിക്കുന്നത്, ഇപ്പോൾ അതേ ആൾ, ആ സഭാവിശ്വാസി, അദ്ദേഹം യോഗ്യനാണ്, പക്ഷേ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം അതിന് യോഗ്യരല്ല എങ്കിൽ സഭ ആരെ പിന്തുണയ്ക്കും? ആ വിശ്വാസിയെ പിന്തുണയ്ക്കുമോ, ആ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുമോ? കാരണം ആ വിശ്വാസിയെ പിന്തുണച്ചാൽ ആ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുന്നതിന് തുല്യമായി പോകും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രസ്ഥാനത്തോടും പ്രത്യേകമായ ആഭിമുഖ്യം നമുക്കില്ല. ഏത് പ്രസ്ഥാനത്തിലാണെങ്കിലും അവർ യോഗ്യരാണെങ്കിൽ തിരഞ്ഞെടുത്ത് വരട്ടെ. ഇപ്പോൾ LDF ഇപ്പോൾ ഭരിക്കുന്നു, അതുകൊണ്ട് UDFിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാവരും മോശക്കാരാണെന്ന് അതിനർത്ഥമുണ്ടോ? അവരൊക്കെ യോഗ്യരാണ്, അവരെ തിരഞ്ഞെടുക്കും. അതിനകത്ത് സഭാംഗങ്ങളാണ്, എല്ലാ സഭാംഗങ്ങളും കാണും. അതുകൊണ്ട് ഭരണത്തിലായിരിക്കണമെന്ന് നിർബന്ധമില്ല. ഏത് സഭാംഗം ഏത് പാർട്ടിയിൽ മത്സരിച്ചാലും അവർ സഭയുടെ ആ മക്കളെന്നുള്ള രീതിയിൽ അവരെ നമ്മൾ പിന്തുണയ്ക്കും. എന്നാൽ അതേ സമയത്ത് അവർ യോഗ്യരാണോ എന്നുള്ളത് പൊതുജനം ജനാധിപത്യമായ മര്യാദയിൽ കൂടി തിരഞ്ഞെടുക്കണം. അങ്ങനെ പൊതുജനത്തിൻ്റെ മര്യാദയിൽ അവർക്ക് വന്നില്ല എങ്കിൽ സഭയ്ക്ക് അതിന് അപ്പുറമായി വേറൊരു സ്വാധീനം സഭയിലെത്തുകയില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ LDF സർക്കാരിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട്, LDF സർക്കാരിൻ്റെ കാര്യം താങ്കൾ പറഞ്ഞതുകൊണ്ടാണ്, ഇപ്പോൾ LDF സർക്കാർ ഭരണത്തിലിരുന്ന സമയത്താണ് ഇപ്പോൾ സഭാ തർക്കത്തിൽ, യാക്കോബായ സഭയുമായിട്ടുള്ള തർക്കത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി ഓർത്തഡോക്സ് സഭയ്ക്ക് കിട്ടിയത്. പക്ഷേ ആ വിധി നടപ്പാക്കി കിട്ടാൻ സാധിക്കാത്തൊരു സാഹചര്യം വന്നു. അത് സർക്കാരിൻ്റെ കുഴപ്പമാണോ, അതോ സർക്കാരിന് അക്കാര്യത്തിൽ പറ്റാത്ത ഒരു സാഹചര്യമാണോ? സർക്കാരിന് പറ്റാത്ത സാഹചര്യമാണെന്ന് നമ്മൾ പറയത്തില്ല. കാരണം 2017 കോടതി വിധി വന്നതിന് ശേഷം ഏതാണ്ട് 60ഓളം പള്ളികളിൽ കോടതി വിധി സർക്കാർ നടപ്പാക്കി. എന്ന് പറഞ്ഞാൽ സർക്കാർ കലക്ടർമാരും SP എല്ലാം കൂടെ നടപ്പാക്കി. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് ഒരു 11 പള്ളികളുടെ കോടതി വിധികൾ വന്ന് അതിന് സുപ്രീം കോടതി അതിന് പോലീസ് പ്രൊട്ടക്ഷനും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് അതിനെതിരായി മറ്റൊരു വിഭാഗം കോടതിയിൽ പോയിട്ടുണ്ട്. ആ കോടതിയിൽ പോകുന്നത് വിഭാഗം അത് സുപ്രീം കോടതിയിൽ പോയി, തിരിച്ചത് ഹൈക്കോടതി വന്നു. അതിൻ്റെ വിധി വരാൻ വാദങ്ങളെല്ലാം കഴിഞ്ഞു. വിധി വരുന്നതായ സമയത്ത് അവരതിന് യുക്തമായ രീതിയിൽ പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. കാരണം നേരത്തെ അവർ ചെയ്തല്ലോ. ഇനി അത് അല്ലാതെ ഒരു ഏകപക്ഷീയമായി പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. കാരണം ഭരണഘടനയോട് വിധേയത്വമുള്ളതായ ഒരു പാർട്ടിക്കോ ഒരു ഭരണകൂടത്തിനോ സുപ്രീം കോടതി വിധി രാജ്യത്തിൻ്റെ നിയമമായിരിക്കുന്നതുകൊണ്ട് അത് നടപ്പാക്കാതിരിക്കാൻ അവർക്ക് ഒക്കുകയില്ല. മുമ്പ് ശബരിമല വിധി വന്ന സമയത്ത് സർക്കാർ വിധി സുപ്രീം കോടതിയുടേതാണ്, അതുകൊണ്ട് നടപ്പാക്കിയേ പറ്റൂ എന്നുള്ള ഒരു സ്റ്റാൻഡ് എടുത്തതാണ്. പക്ഷേ ആ ഒരു നിലപാട് ഈ സഭാ തർക്കത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായോ ഇല്ലയോ? ഉണ്ടായി. ആ നിലപാടുണ്ടായി. അതേ സമയത്ത് അതിനെതിരായി ഉടൻ തന്നെ കോടതിയിൽ അവർ റിട്ട് ഫയൽ ചെയ്തു, അപ്പീൽ ഫയൽ ചെയ്തു. അത് പരിഗണനയിലിരിക്കുകയാണ്. ആ പരിഗണന തീർന്നു കഴിയുമ്പോൾ സർക്കാർ അത് നടപ്പാക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഈ സഭകളെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവ വിഭാഗത്തെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. കേന്ദ്രത്തിൽ BJP സർക്കാരാണ്. ആ കേന്ദ്ര സർക്കാരുമായിട്ട് ക്രൈസ്തവ സഭകൾക്കും ക്രൈസ്തവ വിശ്വാസികൾക്കും എന്ത് നിലപാടാണ് ഉള്ളത് എന്ന കാര്യം വലിയ ചർച്ചാ വിഷയമാണല്ലോ. എപ്പോഴും BJPയും കേന്ദ്ര സർക്കാരും കേരളത്തിലെ ക്രൈസ്തവരെ ചേർത്ത് പിടിക്കുവാനുള്ള ഒരു ശ്രമം നടത്താറുണ്ട് അല്ലേ? അതിപ്പോൾ കേക്ക് മുറിക്കലിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്രിസ്മസ് ഈസ്റ്റർ ആഘോഷങ്ങളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുക്കാറുണ്ട്. ഇത് വിശ്വാസത്തിൽ എടുക്കുന്നുണ്ടോ ഇപ്പോഴും ഓർത്തഡോക്സ് സഭ? ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം BJP ഗവൺമെൻറ്റിനോട് പ്രത്യേകമായ വൈരാഗ്യമൊന്നുമില്ല, എതിർപ്പില്ല. നമ്മൾ പറയുന്നത് BJP ഗവൺമെൻറ്റിലെ മോഡിയോ മറ്റുള്ള മോദിയോ അല്ലെങ്കിൽ മറ്റ് ചന്ദ്രശേഖരോ ഒക്കെ ഇവിടെയുള്ളവരോ ഒക്കെ ഏതെല്ലാം തരത്തിൽ ക്രൈസ്തവരുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു, നമ്മൾക്കത് സ്വാഗതമാണ്. ഒരു വിരോധവുമില്ല, നമ്മൾ അതേ സമയത്ത് ആ മോദി ഗവൺമെൻറ്റിൻ്റെ മറവിൽ ഹിന്ദു തീവ്രവാദികളായിരിക്കുന്നവർ കൊടുക്കുന്ന ആക്രമണങ്ങളെയാണ് നമ്മൾ എതിർക്കുന്നത്. അത് ശരിയല്ല. അത് അവർ വ്യക്തികളെയല്ല നമ്മൾ പറയുന്നത്, അത് ഇന്ത്യയുടെ ഭരണഘടന നൽകുന്നതായ മതേതരത്വത്തിന് എതിരാണ്. അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. ഇന്ത്യൻ ഭരണഘടന നിഷേധിക്കുന്ന രീതിയിൽ ഏതെങ്കിലും
കുറച്ച് ആളുകൾ എവിടെയെങ്കിലും മത തീവ്രവാദികളായി വരുന്നെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ BJP ഗവൺമെൻറ് ഉത്തരവാദിത്വമുണ്ട്, അത് ചെയ്തണം. പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ ഈ താങ്കൾ പറയുന്നത് സംഘപരിവാറിനെ ഉദ്ദേശിച്ചാണല്ലോ, അവരെ നിയന്ത്രിക്കുവാൻ ഇടപെടുന്നില്ല എന്നാണോ? അതായത് തുറന്നു ചോദിക്കാം, പള്ളികൾ ആക്രമിക്കുന്ന സമയത്ത്, വൈദികർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ആ സമയത്ത് BJPയും കേന്ദ്ര സർക്കാരും അതിന് മൗനാനുവാദം നൽകുന്നു എന്നൊരു നിലപാടുണ്ടോ താങ്കൾക്ക്? മൗനാനുവാദം നൽകുന്നു എന്നുള്ള നിലപാട് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ധ്വനി വരുന്നതിൻ്റെ കാരണം ഇവരെ പരസ്യമായിട്ട് ആ ആക്രമണത്തെ അപലപിക്കുവാനോ അതിനെതിരെ കർശനമായ നടപടി എടുക്കാനോ ഇവർ തയ്യാറാകുന്നില്ല. അതാണ് ഞങ്ങൾക്ക്. കാരണം സംഘപരിവാറിനോടോ RSSനോടോ BJPയോടോ ബജറംഗ് ദളിനോടോ ഒന്നും ഞങ്ങൾക്ക് വിരോധമില്ല. അവരൊക്കെ ഓരോ സംഘടനകളാണ്. അത് പോഷക സംഘടനകളാകാം, എന്താണെങ്കിലും. പക്ഷേ അവരാരും ഭരണഘടനയെ തൊട്ട് കളിക്കാൻ പാടില്ല. ഇപ്പോൾ ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ തന്നെ BJPയോടും കേന്ദ്ര സർക്കാരിനോടും ഒന്നും ഞങ്ങൾക്കൊരു വെറുപ്പുമില്ല എന്ന് പറയുമ്പോൾ അതിനെ മറ്റ് രണ്ട് മുന്നണികളും ഒരു മറുപടി നൽകാൻ സാധ്യതയുള്ളത്, അങ്ങനെ മറുപടി നൽകുകയുള്ളൂ. അവർ പറയുന്നത് ഈ തരുന്ന കേക്കിൻ്റെ പിന്നിൽ വിഷമുണ്ട്, ഈ തരുന്ന ഈസ്റ്റർ വിരുന്നിലും അതുപോലെ തന്നെ ക്രിസ്മസ് വിരുന്നിലുമൊക്കെ ഈ തരത്തിൽ പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മറ്റൊന്നാണ്, അത് സഭാ നേതൃത്വങ്ങൾ മനസ്സിലാക്കണം എന്നായിരിക്കും. അതിന് എന്ത് മറുപടി താങ്കൾ നൽകും? പക്ഷേ താങ്കൾ പറയുകയും ചെയ്തു BJPയോടും കേന്ദ്ര സർക്കാരിനോടും പ്രധാനമന്ത്രിയോടും ഒന്നും ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല എന്ന്. അല്ല, അത് തന്നെയാണ് ഞാൻ പറയുമ്പോൾ ഇവിടുത്തെ കേന്ദ്ര സർക്കാർ മാത്രമല്ല, LDF ഗവൺമെൻറ് ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളെ എല്ലാം വിളിച്ച് ക്രിസ്തുമസ് ആഘോഷിച്ചു. അത് ഞങ്ങളെല്ലാം പോയി ഭാഗവാക്കായി. ആ മുഖ്യമന്ത്രിയോടൊപ്പം മന്ത്രിമാരോടൊപ്പം ഞങ്ങളെല്ലാവരും ക്രിസ്മസ് ആഘോഷിച്ചത് സന്തോഷമായി സ്വീകരിച്ചു. അത് ആര് ആഘോഷിച്ചാലും ഞങ്ങൾക്കത് സന്തോഷമാണ്. BJP ആണെങ്കിലും കൊള്ളാം, LDF ആണെങ്കിലും കൊള്ളാം. അപ്പോൾ അവർക്കങ്ങനെ പറയാൻ ഒക്കുന്നത് ഞങ്ങൾ LDFനെതിരാണെന്ന്. LDFന് അനുകൂലമാണ്. പക്ഷേ LDF ആണെങ്കിലും BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും നീതി നിഷേധമോ അല്ലെങ്കിൽ സത്യനിഷേധമോ ഭരണഘടനയുടെ അതിർത്തി ലംഘിക്കുകയോ ചെയ്താൽ അവിടെ പ്രതികരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ഞങ്ങൾ ചെയ്തിരിക്കും. അതായത് മൂന്ന് മുന്നണികളോട്, ഇപ്പോൾ LDFനോടാണെങ്കിലും UDFനോടാണെങ്കിലും BJPയോടാണെങ്കിലും സമദൂരമാണ്. അവിടെ ഇപ്പോൾ BJPയുടെ കൂടെ കൂടരുത്, BJPയെ അകറ്റി നിർത്തേണ്ടതാണ് എന്ന് പറയുന്നില്ല. ഇല്ലില്ല. കാരണം അവിടെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുവാൻ BJPക്ക് കഴിയുന്നില്ല എന്നാണല്ലോ BJPയെ അകറ്റി നിർത്തണമെന്ന് പറയുന്നത്. കാരണം അത് സഭ വിശ്വസിക്കുന്നില്ല. മതനിരപേക്ഷത അവർ കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ മറുവശത്ത് അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നവരെ നിയന്ത്രിക്കുന്നതിൽ അവർ പരാജയപ്പെടുന്നു എന്നാണ് ഞങ്ങൾ പറയുന്നത്. ആ പരാജയം ഉണ്ടാകാൻ പാടില്ല. അതേ ഞങ്ങൾ പറയുന്നുള്ളൂ. താങ്കൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ RSSനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ താങ്കളുടെ അടുത്ത കാലത്ത് പറഞ്ഞ ഒരു പ്രസ്താവന, അത് എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം മോഹൻ ഭാഗവതിനുള്ള ഒരു മറുപടി എന്ന രീതിയിലായിരുന്നുവല്ലോ അത് ഹിന്ദു രാഷ്ട്രത്തിൻ്റെ കാര്യത്തിൽ. അത് താങ്കൾ പറഞ്ഞതിൽ എന്തെങ്കിലും അത് താങ്കൾ പറഞ്ഞ കാര്യം വളച്ചൊടിച്ചു എന്നുള്ള രീതിയിലാണോ? RSSനെ താങ്കൾ നേരത്തെ പറഞ്ഞ ഈ കാര്യത്തിൽ ഈ ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? RSSൻ്റെ നേതാവ് മോഹൻ ഭാഗവതിനോട് എനിക്ക് വളരെ ബഹുമാനമാണ്. അദ്ദേഹം ഈയിടെ നടത്തിയൊരു പ്രസ്താവന എല്ലാ മതങ്ങളെ ഒരുപോലെ കണക്കാക്കണം എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഞാനും പറയുന്നത്, ഞങ്ങളും പറയുന്നത്. മോഹൻ ഭഗവത് പറഞ്ഞിട്ടുണ്ട്. പണ്ട് സുദർശനാണെങ്കിൽ ഓർത്തഡോക്സ് സഭയെക്കുറിച്ച് വളരെ അനുഗ്രഹകരമായ എല്ലാ ബഹുമാനത്തോടുകൂടെ പറഞ്ഞിട്ടുള്ളതുമാണ്. അങ്ങനെ RSSനോട് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ഈ പറയുന്നതായ ആളുകൾ മത ഭ്രാന്തന്മാരെന്ന് ഞാൻ ഉപയോഗിച്ച അന്ന് അത് ഇതുകൊണ്ടാണ്. മതത്തിൻ്റെ തത്വം സത്യവും നീതിയും സ്നേഹവുമാണ്. അതിന് വിപരീതമായി ഒരു ക്രിസ്ത്യാനിയായെന്ന് പറഞ്ഞിട്ട് അവൻ്റെ മുഖത്ത് കൊണ്ടുപോയി തല്ലാൻ ശ്രമിച്ചതായ ആളുകളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് മതഭ്രാന്താണെന്ന് പറയും. എൻ്റെ മതത്തിൽപ്പെട്ടവരാണെങ്കിലും അങ്ങനെ ഏതെങ്കിലും ഒരു മതത്തിലുള്ള ആളുകൾക്കെതിരായി പ്രവർത്തിച്ചാൽ അത് മതഭ്രാന്താണെന്ന് ഞാൻ ക്രിസ്ത്യാനികളെക്കുറിച്ചും പറയും, മുസ്ലിങ്ങളെക്കുറിച്ചും പറയും, ഹിന്ദുക്കളെക്കുറിച്ച് പറയും. അവരെ നിയന്ത്രിക്കണം. കാരണം എല്ലാ മതങ്ങളും ഇന്ത്യയിലുള്ളത് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ, സഹകരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ഇന്ത്യയുടെ നല്ല ഭാവി ഉണ്ടാവുള്ളൂ. എല്ലാവരും നാഷണൽ ഇൻ്റഗ്രേഷന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കണം. അതിന് വിഘാതമാകുന്ന രീതിയിലുള്ള പ്രസ്താവനകളും
പ്രവർത്തനങ്ങളും ആരുടെ ഭാഗത്തു നിന്നും അതിൽ ഉണ്ടാകരുത്. മറ്റൊരു കാര്യം, താങ്കൾ ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോൾ താങ്കളുടെ ഈ വാചകങ്ങളിൽ ബി.ജെ.പിയോട് എതിർപ്പില്ല, കേന്ദ്ര സർക്കാരിനോട് ഒരു വിരോധവുമില്ല, ആർ.എസ്.എസിനെ ബഹുമാനിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ മറ്റൊരു തരത്തിൽ ഈ പറയുന്ന LDFും UDFും ഒക്കെ അതിനെ വ്യാഖ്യാനിക്കും. പരസ്യമായി പറഞ്ഞില്ല എങ്കിൽ പോലും ഈ ക്രിസംഗികൾ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടല്ലോ ക്രൈസ്തവ വിഭാഗത്തിലെ ഒരു കൂട്ടരെ. കാരണം അത് അവർക്ക് സംഘപരിവാറിനോട് വെറുപ്പില്ല, ബി.ജെ.പിയോട് അവർക്ക് വെറുപ്പില്ല, വോട്ട് ചെയ്യാൻ പോലും ബി.ജെ.പിക്ക് വോട്ട് ചെയ്യാൻ പോലും മടി കാട്ടാത്തവരെയാണ് ക്രിസംഗികൾ എന്ന് പറയുന്നത്. ആ പ്രയോഗത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അങ്ങനെ ഒരു പ്രയോഗത്തെ ഞാൻ ഒരിക്കലും ബഹുമാനിക്കുന്നില്ല, ആദരിക്കുന്നില്ല. അതേ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BJPയോട് എതിർപ്പില്ല, കമ്മ്യൂണിസ്റ്റുകാരോട് എതിർപ്പില്ല, കോൺഗ്രസ്സുകാരോട് എതിർപ്പില്ല, ആരോടും എതിർപ്പില്ല. അവരൊക്കെയും നന്നായിട്ട് നാഷണൽ ഇൻ്റഗ്രേഷന് വേണ്ടി പ്രവർത്തിക്കണമെന്നേ പറയുന്നുള്ളൂ. അതിന്ന് നാളെ കോൺഗ്രസ്സുകാർ പ്രവർത്തിച്ചാലും LDFുകാർ പ്രവർത്തിച്ചാലും അതിനെതിരെ ശബ്ദം ഉയർത്തും നമ്മൾ. അതിന് യാതൊരു സംശയവുമില്ല. ഈ ക്രൈസ്തവ വിഭാഗത്തിൽ മാറുന്ന ഒരു കാലഘട്ടം എന്ന് തന്നെ ഇതിനെ പറയാം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തന്നെ വരികയാണെങ്കിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം, അത് ക്രൈസ്തവർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു എന്ന രീതിയിൽ വലിയൊരു വിലയിരുത്തൽ അങ്ങനെ വന്നിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു ഇമേജ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളതായിരുന്നോ, അതോ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയെയും കേന്ദ്ര സർക്കാരിനും ഒക്കെ ക്രൈസ്തവ സമൂഹം കൊടുത്ത ഒരു അംഗീകാരമായിട്ട് താങ്കൾ അതിനെ കാണുന്നുണ്ടോ? അങ്ങനെയാണോ യഥാർത്ഥത്തിൽ? BJPക്കുള്ള അംഗീകാരണമായിട്ട് ഞാൻ കാണുന്നില്ല. നേരെ മറിച്ച് എൻ്റെ വിലയിരുത്തൽ സുരേഷ് ഗോപിയുടെ ഒരു പ്രവർത്തന ശൈലിയിൽ നിന്ന് സുരേഷ് ഗോപിക്ക് നേരിട്ടതായ ഒരു വിജയമായിട്ട് കണക്കുന്നത്. കാരണം തദ്ദേശ ഭരണങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ തൃശ്ശൂർ BJPക്ക് അന്ന് കിട്ടിയതിൻ്റേതായ ആ വോട്ടിന് വളരെ ശതമാനം കുറഞ്ഞുപോയി. അപ്പോൾ അത് BJPയുടേതായിരിക്കുന്ന ഒരു ഗെയിനാണെന്ന് തോന്നുന്നില്ല. അത് വ്യക്തിപരമായിട്ട് അത് സുരേഷ് ഗോപിയുടെ ആണെന്ന് മാത്രമേ എനിക്ക് കണക്കാക്കാനും. അദ്ദേഹം അന്ന് ക്രൈസ്തവ സമൂഹം അവിടെയുള്ളവരുള്ള അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ വന്നതാണ്. അല്ലെങ്കിൽ BJPയോട് ഉള്ളതായിരുന്നുവെങ്കിൽ ഈ പ്രാവശ്യം തദ്ദേശ ഭരണ സംവിധാനങ്ങൾ ഉണ്ടായപ്പോൾ BJPയുടെ ആ നേതാക്കൾക്കവിടെ നല്ല വിജയം വരണം. അതേ സമയത്ത് അവിടെ കുറഞ്ഞതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. 9.5 വർഷമായിട്ട് ഒരു സർക്കാർ തന്നെ കേരളത്തിൽ അധികാരത്തിലിരിക്കുകയാണ്, ഇടതുപക്ഷത്തിൻ്റെ. ആ സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ തൃപ്തികരമാണോ സഭയോടുള്ള സർക്കാരിൻ്റെ സമീപനം? അതിനെ താങ്കൾ? സഭയോടുള്ള സർക്കാരിൻ്റെ സമീപനത്തിൽ ഇതുവരെ കാര്യമായ ദോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ അതേ സമയത്ത് പൊതുസമൂഹത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ സർക്കാരിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നിപ്പോൾ പ്രവചിക്കാൻ നോക്കിയില്ലെങ്കിലും വലിയ ഒരു എതിർപ്പ് ഉണ്ട്. അതാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വന്നത്. കാരണം തിരുവനന്തപുരത്ത് തന്നെ അവരുടെ സ്വന്തം സ്ഥലമായിരുന്നിടത്ത് BJP നഗരസഭയുടെ കോർപ്പറേഷൻ്റെ മുഴുവനും അധികാരം ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ ആ പൊതുജനവികാരം LDFന് എതിരായി വന്നു എന്നുള്ളത് ഒരു ചുവരെഴുത്തായി മനസ്സിലാക്കണമെന്നാണ് എൻ്റെ വിചാരം. അതുപോലെ തന്നെ ആണ് കേരളത്തിൽ മുഴുവൻ. കേരളത്തിൽ UDFൻ്റെ ഭരണത്തിലാണ്. അപ്പം BJPക്ക് അവിടെയുണ്ടെങ്കിലും ബാക്കിയുള്ളിടത്തെല്ലാം UDFൻ്റെ ഒരു മുന്നേറ്റമുണ്ടായി. അപ്പോൾ അവിടെ LDFനൊരു താഴ്ച ഉണ്ടായപ്പോൾ അത് ഈ ഭരണവികാരമല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഭരണമാറ്റം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലേ? അതാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കുന്നത്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കുന്നത്. അത് അതേപടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. കാരണം അത് പ്രതിഫലിക്കാം, അല്ലെങ്കിൽ മാറ്റം ഉണ്ടാകാം. അതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്ന. ഇപ്പോൾ പൊതുവെ ഒരു വിലയിരുത്തലുള്ളത് ന്യൂനപക്ഷങ്ങൾ ഒരു UDFന് അനുകൂലമായ ഒരു നിലപാടിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ്. അതിൽ ക്രൈസ്തവ വിഭാഗങ്ങളും അതുപോലെ തന്നെ മുസ്ലിം ജനവിഭാഗവും അങ്ങനെ വന്നിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇതൊരുതരം ഡിവൈഡിന് കാരണമാകുന്നുണ്ടോ ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ വരുന്നത്? ഇപ്പോൾ മറുവശത്ത് അപ്പോൾ LDF അത് ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിക്കുവാനുള്ള ശ്രമം നടത്തുന്നു. ഇങ്ങനെയൊക്കെ വരുന്നത് പൊതുവെ ഒരു കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. അതിൻ്റെ ആവശ്യമില്ല എന്നാണോ? നിശ്ചയമായിട്ടും രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇതൊരു മത രാഷ്ട്രമാണ് എന്നുള്ളതുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് മതത്തെ പ്രീണിപ്പിക്കാൻ അവരെല്ലാവരും ശ്രമിക്കുന്നത് സാധാരണയാണ്. മതങ്ങൾക്ക് അതിന് അവർക്ക് പിന്തുണ കൊടുക്കും, അവരുടെ സഹാനുഭൂതിയിൽ തന്നെ നിൽക്കും. എന്നാൽ അതേ സമയത്ത് അതിൻ്റെ മാത്രം കൊണ്ടൊരു വിജയമൊന്നും ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. മതങ്ങൾ എല്ലാവരെയും സഹായിക്കുന്നുണ്ട്, ആരും പിന്നെ മതത്തിനെയും സഹായിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അനർഹമായിരിക്കുന്ന ഒന്നും നമ്മൾ ആരോടും ചോദിച്ചിട്ടില്ല. നീതി വേണം, സത്യം വേണം, ഇത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ.
അസത്യമായോ അനീതിയായോ ഏതെങ്കിലും കാര്യം ഓർത്തഡോക്സ് സഭ ചെയ്തു തരണമെന്ന് ഒരു ഗവൺമെൻറ് BJPയോടോ UDFിനോടോ LDFിനോ നമ്മൾ ആവശ്യപ്പെടുന്നില്ല. നമുക്ക് അർഹമായിരിക്കുന്നത് ലഭിക്കണം. ആ അർഹമായത് ലഭിക്കാതിരുന്നാൽ അതിനെതിരെ നമ്മൾ ശബ്ദം ഉയർത്തും. പക്ഷെ അതൊരു സമ്മർദ്ദമായിട്ട് വ്യാഖ്യാനിക്കപ്പെടൂലേ ബഹുമാനപ്പെട്ട ബാബ? എങ്ങനെ? ഒരു സമ്മർദ്ദം, സർക്കാരിൽ സഭകൾ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം. സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നില്ല, സർക്കാരിനോട് നീതിയുക്തമായി പ്രവർത്തിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. അതെങ്ങനെയാണ് സമ്മർദ്ദമാകുന്നത്? നമ്മൾക്ക് അർഹമല്ലാത്തത് ഏതെങ്കിലും സാധനം ചെയ്തു തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ പുറകെ നടക്കുന്നതാണ് സമ്മർദ്ദമെന്ന് പറയുന്നത്. എനിക്ക് അർഹമായിരിക്കുന്നത് ലഭിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് സമ്മർദ്ദമാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അത് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടുന്നില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടത് സർക്കാരാണ്. സർക്കാർ ആവശ്യപ്പെട്ട ഒരു റിപ്പോർട്ടാണ്. അദ്ദേഹം ചുമ്മാതെ റിപ്പോർട്ട് ഉണ്ടാക്കിയതല്ല, സർക്കാർ ആവശ്യപ്പെട്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയതാണ്. അതനുസരിച്ചൊരു വളരെ കഠിനാധ്വാനം ചെയ്ത് അദ്ദേഹം റിപ്പോർട്ട് ഉണ്ടാക്കി. ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് ആർക്കും അറിയാൻ പാടില്ല. ഇതുവരെ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. പബ്ലിഷ് ചെയ്താൽ തന്നെ മാത്രമല്ല നമുക്ക് പ്രതികരിക്കാൻ ഒക്കുകയുള്ളൂ. പബ്ലിഷ് ചെയ്യുമ്പോൾ മാത്രം ആ പബ്ലിഷ് ചെയ്യുന്നതായ സമയത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് അനർഹമായ എന്തെങ്കിലും കൊടുക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമുക്കറിയില്ല, അത് നമ്മൾ എതിർക്കുന്നില്ല. ഏതെങ്കിലും മതത്തിൻ്റെ വിദ്വേഷങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ളതായിരിക്കുന്ന റിപ്പോർട്ടുകളുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കുകയില്ല. അതേസമയത്ത് മതസൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ മതങ്ങൾക്കും അവയ്ക്ക് അർഹതപ്പെട്ടതെല്ലാം കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് JB കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കുക. എന്തുകൊണ്ട് സർക്കാർ അത് പുറത്തുവിടുന്നില്ല? നമുക്കറിയില്ല എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല. അതിനൊരു കാരണം ഇപ്പോൾ മതന്യൂനപക്ഷങ്ങളിൽ തമ്മിൽ ഒരു വേർതിരിവ് ഉണ്ടാകും എന്ന് സർക്കാരിനുള്ള ഭയം കൊണ്ടാണോ, അതോ മറ്റൊരു വിഭാഗത്തെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി സർക്കാർ ചെയ്യുന്നതാണോ? എന്തെങ്കിലും അതിലൊന്ന് വരുമല്ലേ എന്തായാലും? അത് സർക്കാരിൻ്റെ നിലപാട് എന്താണെന്ന് നമുക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ JB കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചിരിക്കുന്നത് സർക്കാരേ ഉള്ളൂ, നമ്മളാരും വായിച്ചിട്ടില്ല. അവരുടെ വീക്ഷണം എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല. പക്ഷേ നമുക്കത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നമുക്ക് പ്രതികരിക്കാൻ സാധിക്കും. ഇതൊന്നുമല്ലാതെ JB കമ്മീഷൻ റിപ്പോർട്ടൊന്നും പ്രസിദ്ധീകരിക്കാതെ ഇപ്പോൾ തേങ്ങ മുഴുവനായിട്ട് കൊണ്ടുവന്നിട്ട് അതിനകത്തേത് എങ്ങനെയാണ് പേടാണോ അല്ലതാണോ നമ്മളിങ്ങനെ അറിയുന്നേ? ഇത് വെളിയിരുന്നുകൊണ്ട് പറഞ്ഞാൽ നോക്കുമോ? അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു ദോഷമൊന്നും ഉണ്ടായിട്ടില്ല ക്രൈസ്തവ വിഭാഗത്തിനും ഓർത്തഡോക്സ് സഭയ്ക്കുമെന്ന് LDF സർക്കാരിൽ നിന്ന്. പക്ഷെ ഗുണമുണ്ടാകുന്നില്ല എന്നല്ലേ ആ സൂചന? ഇപ്പോൾ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പോലും പ്രസിദ്ധീകരിക്കാനോ നടപ്പാക്കാനോ ശ്രമിക്കുന്നില്ല സർ. അത് പ്രസിദ്ധീകരിച്ച് നടപ്പാക്കാനായിട്ട് വേണ്ടിയാണല്ലോ അവർ ആ റിപ്പോർട്ട് വരുത്തിയത്. അത് റിപ്പോർട്ട് വരുത്തിയാൽ അത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. പിന്നെ അനേക കമ്മീഷനുകൾ വന്നിട്ട് ആ കമ്മീഷൻ്റെ ഒക്കെ റിപ്പോർട്ടുകൾ നടപ്പാക്കാതിരുന്നിട്ട് ഉള്ളത് ഈ ഗവൺമെൻറ് കാലത്തെല്ലാം മറ്റ് ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ നയപരമായ ചില തീരുമാനങ്ങൾ വരുന്നതാണ്. ഇപ്പോൾ സഭാവിശ്വാസികളും സഭയ്ക്ക് പ്രിയപ്പെട്ട ആളുകളും മന്ത്രിസഭയിലുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് പോലും സഭയ്ക്ക് നീതി കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിന് നീതി കിട്ടുന്ന രീതിയിൽ ഇത് ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി അതിനകത്ത് വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ വീണ്ടും അയക്കേണ്ടതുണ്ടോ നിയമസഭയിലേക്ക്? നിശ്ചയമായിട്ടും അത് സഭകളുടെ ഒരു തീരുമാനം പൊതുവായിട്ടുണ്ടാകേണ്ടതല്ല. അവർ യുക്തരായി പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിലയിരുത്താൻ ജനാധിപത്യ അവബോധമുള്ളതായിരിക്കുന്ന ജനം ഇവിടെയുണ്ട്. ആ ജനം അതിന് യുക്തമായിരിക്കുന്ന മറുപടി നൽകും എന്നാണ് എൻ്റെ വിചാരം. ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ അവരെ തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്തു എന്ന രീതിയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഞാൻ അങ്ങനെ പറയുന്നില്ല. ആരാണ് പ്രവർത്തിക്കുന്നത്, അവരുടെ മനസ്സാക്ഷി അനുസരിച്ച് പ്രവർത്തിച്ചോ ഇല്ലയോ എന്ന് നോക്കാൻ അറിയാൻ കഴിവുള്ളതായ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. അത് ക്രിസ്ത്യാനികളും അതെ, ഹിന്ദുക്കളും അതെ, മുസ്ലിങ്ങളും അതെ. അവർക്കത് യുക്തമായി വിലയിരുത്താനും അതനുസരിച്ച് പ്രതികരിക്കാനും അവർക്ക് കഴിയും. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സ്ഥിതിക്ക് എന്തായാലും അരമനകളിലേക്ക് രാഷ്ട്രീയക്കാരുടെ ഒരു പ്രവാഹമായിരിക്കും. ഇങ്ങനെ വരുന്നവർ അത് ഈ വോട്ട് ബാങ്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല, അതിനു വേണ്ടിയാണ് വരുന്നത് എന്ന്. അതിനപ്പുറം എന്തെങ്കിലും ചെയ്തു തരാനോ അല്ലെങ്കിൽ ഇത് വിശ്വാസത്തിൻ്റെ പേരിലോ അങ്ങനെയാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, മതത്തിൻ്റെ മത അരമനകളിൽ മാത്രമല്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പ് വരുന്നതായ സമയത്ത് ശേരി പ്രദേശങ്ങളിലും വലിയ വലിയ ദുരന്തങ്ങൾ അനുഭവിക്കുന്നതായ സ്ഥലങ്ങളിലുമൊക്കെ ഈ LDFും UDFും BJP നേതാക്കളെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ല. ഇവിടെ പാലം ഉണ്ടാക്കാം, ഇവിടെ കൃഷി ഉണ്ടാക്കാം, വീടുണ്ടാക്കാം എന്നെല്ലാം പറഞ്ഞ് അവിടെ ചെന്നെല്ലാം പറയുമല്ലോ ജനസേചനത്തിൻ്റെയോ എന്തെങ്കിലും മാർഗങ്ങളുടെ.
അതിനെല്ലാം പറയാം അത് അവിടെയൊക്കെ പോകും ഇവർ. അതുപോലെ മതത്തിൻ്റെ അരമനകളിലും വരും, പ്രയാസങ്ങളുള്ളിടത്തെല്ലാം അവർ പോവും. പക്ഷേ അതെല്ലാം കഴിയുമ്പോൾ അവർ പഴയ രീതിയിൽ തന്നെ അവർ ഭരണത്തിൻ്റെതായ രീതിയിൽ അങ്ങ് പോകും. ഇപ്പോൾ മുമ്പൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇങ്ങനെ മതനിരപേക്ഷ നിലപാട് കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു. അവർ മതസ്പർദ്ധ ഉണ്ടാക്കുവാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചാൽ തന്നെ തടയുമായിരുന്നു. ഇപ്പോൾ സമീപകാലത്ത് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന അത് മറ്റൊരു ജനവിഭാഗത്തിൽ, മുസ്ലിം ജനവിഭാഗത്തിന് എതിരായി മാറി എന്ന രീതിയിൽ ആണല്ലോ വന്നത്. പക്ഷെ അതിനെ എതിർക്കേണ്ട പോലെ എതിർത്തില്ല. അങ്ങനെ ഒരു തോന്നൽ താങ്കൾക്കുണ്ടോ? അല്ല, അത് ഇന്നത്തെ പ്രസ്താവന അദ്ദേഹം ഇന്ന് തന്നെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഞാൻ മുസ്ലിങ്ങൾക്കെതിരല്ല, തീവ്രവാദത്തിന് എതിര് മാത്രമാണ്, അതേ ഞാൻ പറയുന്നുള്ളൂ. മത തീവ്രവാദം മുസ്ലിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അതിനെതിരാതെ പറയുന്നുള്ളൂ, മുസ്ലിം വിരോധിയല്ല ഞാൻ എന്ന് അദ്ദേഹം വീണ്ടും പ്രസ്താവനകൾ പറയുന്നുണ്ട്. ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകളൊക്കെ ഓരോ ദിവസവും മാറി മാറി വരുന്നതുകൊണ്ട് നമുക്കതിന് പ്രതികരിക്കാനായിട്ടില്ല. കേരളത്തിലെ BJP നേതൃത്വത്തോടെ എങ്ങനെയാണ് ഓർത്തഡോക്സ് സഭയുടെ ഒരു നിലപാടും അവരുമായിട്ടുള്ള ബന്ധവും എങ്ങനെയാണ്? പണ്ട് മുതലേ BJPയുടെ നേതാക്കന്മാർ എല്ലാവരും നമ്മളുമായിട്ട് വളരെ അടുപ്പമുള്ളവരാണ്. പണ്ട് പത്മനാഭനോ അല്ലെങ്കിൽ മുരളീധരനോ അതുപോലെ PS പിള്ളയോ അവർ, അതുപോലെ തന്നെ ശ്രീധരൻ പിള്ള, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ കാണാൻ വന്നിരുന്നു. വളരെ സന്തോഷമായിട്ട് ഇത് അവർക്ക് നമ്മളാരും അവർക്ക് വിരോധമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ക്രിസ്ത്യൻസിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഉള്ള ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകാത്തതിന് കാരണം അങ്ങുണ്ടാകുന്നതായ വടക്കേ ഇന്ത്യയിലുണ്ടാകുന്ന ചില കാര്യങ്ങൾ ഇവിടെയുള്ളവരെ വളരെയധികം മുറിപ്പെടുത്തുന്നുണ്ട്, അതില്ലാതിരിക്കണമെന്ന് പറഞ്ഞു. അത് ചന്ദ്രശേഖർ പറഞ്ഞു, അതെൻ്റെ കാര്യമാണല്ലോ, അതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കും, നിശ്ചയമായിട്ടും അതിനു വേണ്ടി പ്രവർത്തിക്കുമെന്നൊക്കെ എന്നോട് പറഞ്ഞു. ആ വാക്ക് സംസ്ഥാനത്തെ BJP നേതൃത്വം പാലിക്കുന്നുണ്ടല്ലോ അല്ലേ? പ്രവർത്തിക്കാൻ തയ്യാറാണ്. എന്നാൽ അതേ സമയത്ത് അവർക്കൊരു പരിമിതിയുണ്ട്. അവർ ഈ പ്രധാനമന്ത്രിയെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ അങ്ങനെയുള്ളതായിരിക്കുന്നത് നിർത്താൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. കന്യാസ്ത്രീകളെ ആക്രമിച്ചു, ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. മണിപ്പൂരിൽ നടന്നു, അതൊക്കെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ടിപ്പോൾ ക്രിസ്തുമസിൻ്റെ അന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേന് അവിടെ വീണ്ടും ആക്രമണങ്ങൾ വരുന്നു. പിന്നെയുമുള്ള അപ്പോൾ ഇതിങ്ങനെ പരമ്പരയായി പോകുമ്പോൾ അവരെ നിയന്ത്രിക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നത് വളരെ ആശങ്കയുളവാക്കുന്നതാണ്. പക്ഷെ അവരുടെ കേരളത്തിലെ ഒരു താല്പര്യം അറിയാമല്ലോ അല്ലേ? കാരണം ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പോലുമാണ് അതിന് പേരിട്ടിരിക്കുന്നത് BJP. അത് ദേശീയ തലത്തിൽ എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് കേരളത്തിൽ നടപ്പാക്കുന്നതിന് വേണ്ടി. അതിൽ അവർ വിജയിച്ചു വരികയാണെന്ന് അവരുടെ തന്നെ ഒരു വിലയിരുത്തലുണ്ട്. അത് ശരിയാണോ? അവർക്ക് അതിനകത്ത് തടസ്സമുള്ളത് ആകെ ഈ ഒരു പ്രശ്നം മാത്രമാണ്, വടക്കേ ഇന്ത്യയിലെ വിഷയങ്ങൾ മാത്രം അല്ലേ? വടക്കേ ഇന്ത്യയിലെ വിഷയങ്ങൾ വരുമ്പോൾ ആ കാര്യത്തിൽ അവർക്ക് യുക്തമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അത് അവരുടെ പരാജയമാണ്. BJPയുടെ വേരോടണമെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികളുമായിട്ടുള്ള അവരുടെ നല്ല ബന്ധം തുടർന്നെങ്കിലേ സാധിക്കുകയുള്ളൂ. ഇത്തവണ തെരഞ്ഞെടുപ്പ് സമയത്ത് സഭയിൽ നിന്ന് വ്യക്തമായ ഒരു സന്ദേശം ഉണ്ടാകുമോ? ഇപ്പോൾ പലപ്പോഴും പറയാതെ പറയുകയാണല്ലോ ചെയ്യുന്നത് സഭാമക്കളോട്. പക്ഷേ സഭാമക്കൾ അത് അറിയുകയും ചെയ്യും. പക്ഷേ പൊതുസമൂഹത്തിന് കൂടി അറിയുന്ന രീതിയിലേക്കുള്ളൊരു തുറന്നു പറച്ചിൽ കക്ഷി രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമോ? സഭയുടെ ഒരിക്കലും ഉണ്ടാവില്ല. ഒരു മുന്നണിയോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ പ്രത്യേകമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രസ്താവനയും ഉണ്ടാവില്ല. അതിന് രണ്ട് കാരണങ്ങൾ. ഞങ്ങളുടെ ആൾക്കാർ എല്ലാവരും എല്ലാ പാർട്ടികളും ഉണ്ട്. അതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും പിതാക്കന്മാരാണ് ഞങ്ങൾ എന്നുള്ളത് കൊണ്ട് ഒരു ഉത്തരെ മാത്രം സപ്പോർട്ട് ചെയ്ത് പറയത്തില്ല. പക്ഷെ അന്നേരം രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരും. എവിടെ ഭരണമുണ്ടോ അവിടെ സഭയ്ക്ക് ഗുണം കിട്ടുമല്ലോ എന്ന രീതിയിലുള്ള വ്യാഖ്യാനവും വരും എന്നില്ല. ഏത് ഭരണം ഉണ്ടായിരുന്നാലും നമുക്ക് അനധികൃതമായി ഒന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല. പിന്നെ എന്തിനും നമ്മൾ ഭയക്കുന്നത്? ഏത് ഭരണം വന്നാലും UDF വന്നാലും LDF വന്നാലും BJP വന്നാലും നമുക്ക് വിരോധമൊന്നുമില്ല. മനുഷ്യന് എല്ലാവർക്കും, ഓർത്തഡോക്സുകാർക്കല്ല, മനുഷ്യർക്ക് എല്ലാവർക്കും നീതിയും സത്യവും നടപ്പാക്കി കിട്ടണം. ഇത് മാത്രമേ. നന്ദി എന്തായാലും ഇത്രയും സമയം ഞങ്ങളോടൊത്ത് ചെലവഴിച്ചത്.